ഭയങ്കര ആത്മഭാരം. ചിലക്ക് ആത്മഭാരം കൂടി അയലത്തുകാരോട് മിണ്ടുകയല്ല, മതിൽ പൊക്കി കെട്ടി വെച്ചിരിക്കുക. എന്നുവെച്ചാൽ ആന്ധ്രായ്ക്ക് പോകുക ആത്മഭാരം കയറി. തൊട്ടടുത്തുള്ളവനോട് മിണ്ടുകയല്ല, അവന് 10 പൈസയുടെ ഗുണം. നിങ്ങൾ തന്നെ ഒരു അരുതാഴിയ പോലെ. ഞാൻ പറയാനുണ്ട്, പ്രവൃത്തിയിലും കൂടെ യേശുവിനെ ഒന്ന് വെളിപ്പെടുത്തണ്ടേ? വേണ്ടേ? ഈ ഇന്ത്യ അല്ലെങ്കിൽ കേരളക്കാരാ, എന്റെ എളിയ ചിന്തയാ, ഇപ്പോ ഉള്ളതിൽ 10 ഇരട്ടി വിശ്വാസികൾ കണ്ടേനം. അത് ഞാനും പ്രതിയായിട്ട് ഞാനങ്ങ് പ്രതികൂട്ടി കയറുക. നമ്മുടെയൊക്കെ പ്രവൃത്തി മോശമായതുകൊണ്ടാണ്. നമ്മുടെ പ്രവൃത്തിയും കൂടെ കുറേയും കൂടെ മെച്ചമായിരുന്നെങ്കിൽ ഇന്നുള്ളതിൽ 10 ഇരട്ടി വിശ്വാസികൾ കണ്ടേനം. ഉദാഹരണം ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നത്, ഇവിടെ ഒന്നുകൂടെ പറയാം. ഉദാഹരണം നാട്ടിലെ രീതി വെച്ചാ, ഇവിടുത്തെ രീതിയല്ല, നാട്ടിലെ രീതി. നമുക്ക് വസ്തുവും പുരകിടവും ഉണ്ട്. തൊട്ടപ്പുറേ 5 സെന്റ് ആയിട്ടൊരുത്തം താമസിക്കുന്നത്. ഹിന്ദുവോ മുസ്ലിമോ അക്രൈസ്തവനോ നിരീശ്വരവാദിയോ ആരുമാകട്ടെ, നമുക്ക് തേങ്ങ ഇട്ടപ്പോൾ 100 തേങ്ങ ഇട്ട് കിട്ടാനുണ്ട്. ഒരു ഉദാഹരണമാണ്. അപ്പൊ തേങ്ങ ഇട്ടപ്പോൾ നമ്മൾ ഇട്ട് 100 തേങ്ങ. അപ്പോൾ ഒരു അപ്പുറം അവന് 5 സെന്റ് ഉള്ള തെങ്ങും തേങ്ങായി വിലയ്ക്ക് മേടിച്ച് അരയ്ക്കുന്നത്. അപ്പം ഞാൻ കൊടുക്കുന്നവരുണ്ട്, അവർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തേങ്ങ ഇടുമ്പോൾ ഒരു 5 തേങ്ങ അവന് കൊടുത്തേക്കണം. ഹൈന്ദവ സഹോദരൻ ചിലപ്പം ആയിരിക്കും പറയണം, ശ്രീധര അല്ലെ കമലാക്ഷി തേങ്ങ 5 എണ്ണം എടുത്ത് നിങ്ങൾ വിലയ്ക്ക് മേടിച്ചരയ്ക്കല്ലോ 5 എണ്ണം. ന്യായമായ ഒരു കണക്കാ. 10 എണ്ണം പെയ്ത്തോമി കൊണ്ടുവരണം. അതത്ര. ഞാൻ പഴയ പ്രമാണം വെച്ചാ 10, പുതിയതാകുമ്പോൾ നിങ്ങൾക്ക് നെഞ്ചുവേദന വരും, ഓഹരി. ഒന്നാമത് നിങ്ങൾക്ക് ഇപ്പം വേദന ഉണ്ടല്ലോ. പഴയ കണക്കാ, പഴയ പ്രമാണം. അപ്പൊ 5 എണ്ണം ആ തെങ്ങും തേങ്ങ ഇല്ലാത്തവനും കൊടുത്തേക്കണം. 10 എണ്ണം പെയ്ത്തോമിൽ. നമുക്ക് പോയിട്ട് 85 എണ്ണം പോരെ? അതോ 100 വേണോ? നമുക്ക് തേങ്ങ അരച്ച കറി കൂട്ടാൻ യോഗവും മുഴുവൻ ദീനമാണ്. എന്നാലും ഒരു തേങ്ങ കൊടുക്കുകയല്ല ചിലര്. എന്റെ ഈ ചെറിയ ചിന്തയാ, നമ്മളിത് കൊടുത്തേച്ചേ ഈ പിറ്റേന്ന് നമ്മൾ പിറ്റേ ആഴ്ച ഗോസ്പൽ ടീം മുമ്പേ പറഞ്ഞല്ലോ, തകരുന്ന കപ്പലും തമ്പിയുടെ ഹൃദയവും. നമ്മളതുമായിട്ട് പിറ്റേന്ന് അതിലെ ഗോസ്പൽ ടീമിൽ ചെല്ലുമ്പം ആ ഹൈന്ദവ സ്നേഹിതൻ നമ്മളെ വിളിച്ചു കയറ്റും. ഉപദേശം ഒന്ന് കയറി പ്രാർത്ഥിച്ചു. ആ ഭാര്യയോട് പറയാം, കമലാക്ഷി സ്റ്റൂൾ ഇടല്ലെങ്കിൽ പായിട്ട് കൊടുക്കല്ലേ, കസാര എടുത്ത് കൊടുക്കും, നീ കാപ്പി ഇടാൻ പറയും. ഞാനിത് അനുഭവത്തിൽ നിന്നായി പറയാൻ. അവർ ചെയ്യും. ആ ഘട്ടം നിന്ന് നമ്മൾ അവരോട് സുവിശേഷം പറഞ്ഞാൽ അവർ ശ്രദ്ധിച്ച് കേൾക്കും. കേട്ടിട്ടുണ്ട്. ഇനി ഒടുവിൽ നമ്മൾ പറയാ, ഇറങ്ങാൻ നേരത്ത് അവർ തന്നെ നമ്മളോട് പറയാം, ഉദ്ദേശം ഒന്ന് പ്രാർത്ഥിച്ചേച്ച് ഞങ്ങളുടെ മോള് ചില കഷ്ടത്തെ കൂടെ അല്ലെ മോന്റെ വിഷയം പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവര് പക്വതയോടെ നിൽക്കും. നമ്മുടെ ആൾക്കാരാ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ രാമങ്കാക്ക നോക്കും പോലെ നോക്കുന്നേ. അവർക്ക് പക്വതയുണ്ട്, പക്വതയോടെ അവർ നിൽക്കും. നമ്മൾ പറയുന്ന സുവിശേഷം അവര് ശ്രദ്ധിച്ച് കേൾക്കും. പ്രവൃത്തി കൊണ്ട് മാത്രം ഇവിടെ തന്നെ രക്ഷപ്പെടാത്താൻ ഒക്കത്തില്ല. ഞാനതിൻ്റെ ഒരു മറുവശം പറയുക, ഇത് യാതൊരു ഗുണവും ചെയ്യുകയല്ല. 5 തേങ്ങ അങ്ങോട്ട് ഇട്ടപ്പോൾ അവൻ പിന്നെയും പറയാം, ഒരു തേങ്ങയും കൂടെ അവിടെ പോണ്ടിട്ട് തേങ്ങ പെറുക്കുന്നുണ്ട്. അവൻ പറഞ്ഞില്ല കൊച്ചമ്മേ, ആ തേങ്ങ ആ കൊലയിലെ 5 എണ്ണം ഉള്ളായിരുന്നു. അല്ലല്ല 6 ഉണ്ട്, ഒരെണ്ണം അങ്ങോട്ട് തീർച്ചു, നീ പോയി നോക്കി. അവൻ അവിടെ എല്ലാം നോക്കിയപ്പോൾ ഇവിടെ മതിലിൻ്റെ അവിടെ നോക്കി നിൽക്കുക. അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ അവൻ അതിനെ ചെന്നപ്പോൾ ഞാൻ കിട്ടി നോക്കിയപ്പോൾ തൊണ്ണാൻ 2 ആഴ്ച മുമ്പ് വാറാൻ കുത്തി കിട്ടതാ. ആ തൊണ്ണാനെ അതും തട്ടി ഇങ്ങോട്ട് ഇട്ട് 2 കോഞ്ഞാട്ടയും കൂടി ഇങ്ങോട്ട് എത്തും എന്ന് പറഞ്ഞൊരു കോഞ്ഞാട്ട പോലും അവന്. എന്നിട്ട് പിറ്റേ ആഴ്ച ഗോസ്പൽ ടീമെ തകരുന്ന കപ്പലും തമ്പിയുടെ ഹൃദയം അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ റോഡ് മണി കിറ്റ മെറ്റിൽ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. എറിഞ്ഞതിന്റെ 6-ാം മാല് തകർക്കും. ഉടനെ നമ്മൾ ഗുഡ് ന്യൂസിനകത്തും ആശിക്കുന്നത് സുവിശേഷ വിരോധികൾ. ഒരു വിരോധിയില്ല. ജീവിതത്തിൽ യേശുവിനെ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്ക്. വചനം പഠിപ്പിക്കുന്നത് നീ അവരുടെ പക്ഷമല്ല ചേരുന്നത്, അവർ നിന്റെ പക്ഷം ചേരും. ഇന്നത്തെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധിക്കുകയല്ലെന്ന് എനിക്കറിയാം. ഞാനും ആ കണക്കിലാവുന്ന നിൽക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കുകയല്ല. ഇന്ന് രാത്രി ഒരു വിട്ടുതൽ എനിക്ക് വയ്യ. ജീവിതത്തിൽ മാനസാന്തരം രൂപാന്തരം ഉണ്ടാകണം.